ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ഗ്രൂപ്പ്. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഹൈപ്പർ ടെൻഷനെ പറ്റിയാണ്, അഥവാ ഹൈ ബ്ലഡ് പ്രഷർ. ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡാണ് ഹൈ ബ്ലഡ് പ്രഷർ എന്നുള്ള പറയുന്നത്. ലോക്കലി നമ്മൾ അതിനെ ബി പി എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ബി പി കൂടുമ്പോഴാണ് നമ്മൾ ഹൈ ബ്ലഡ് പ്രഷർ അഥവാ ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കുന്നത്. എന്താണ് ഈ ബ്ലഡ് പ്രഷർ കൂടുക എന്ന് ഉദ്ദേശിച്ചാൽ, അതായത് നമ്മുടെ ബ്ലഡ് വെസൽസിൽ, നമ്മുടെ രക്തക്കുഴലുകളിൽ കൂടുതൽ പ്രഷർ ചെല്ലുമ്പോൾ, ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒത്തിരി പ്രഷർ കൂടുമ്പോഴാണ് നമ്മൾ അതിനെ ഹൈ ബ്ലഡ് പ്രഷർ എന്ന് വിളിക്കുന്നത്. പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ബ്ലഡ് പ്രഷർ കൂടാം. അത് കൂടുമ്പോൾ ഒരു 140/90 mmHg കൂടുമ്പോഴാണ് നമ്മൾ അതിനെ ഹൈ ബ്ലഡ് പ്രഷർ എന്ന് വിളിക്കുന്നത്. അത് കോമൺ കണ്ടീഷൻ ആയിട്ട് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. പക്ഷെ നമ്മൾ വേണ്ട വിധം ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ അതൊരു സീരിയസ് കണ്ടീഷൻ ആയിട്ട് തന്നെ മാറാവുന്നതാണ്. കോമണസ്റ്റ് കാർഡിയോവാസ്കുലർ കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിസോർഡർ ആണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. നമ്മുടെ കൊറോണറി ഹാർട്ട് ഡിസീസ്, സ്ട്രോക്ക് അല്ലെങ്കിൽ മറ്റുള്ള വാസ്കുലർ കോംപ്ലിക്കേഷൻസ്, രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന മറ്റു പല രോഗങ്ങൾക്കും ഒക്കെ കാരണമാകാൻ പ്രധാനമായിട്ടും ഈ ഹൈപ്പർ ടെൻഷൻ കാരണമാകാറുണ്ട്. ബി പി കൂടുതലുള്ളവർക്കാണ് മെയിനായിട്ടും ഈ കാർഡിയോവാസ്കുലർ മോർട്ടാലിറ്റി അഥവാ ഈ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കൊണ്ടുണ്ടാകുന്ന മരണം സംഭവിക്കാൻ സാഹചര്യം കൂടുതൽ ബി പി കൂടുതലുള്ളവർക്കാണ്. ഇതിനെ നമ്മളൊരു ഐസ്ബർഗ് ഡിസീസ് എന്ന് നമ്മൾ ആ ഒരു ഗണത്തിൽപ്പെടുത്തുന്നതാണ്. ഐസ്ബർഗ് ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മഞ്ഞുമല പോലെ, കടലിൽ പൊങ്ങിക്കിടക്കുന്ന മഞ്ഞുമല പോലെ അതിന്റെ ഏറ്റവും കൂടുതൽ ഭാഗം നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ കടലിന്റെ അടിയിലും കുറച്ച് ഭാഗമായിരിക്കും നമുക്ക് മുകളിൽ കാണാൻ പറ്റുള്ളൂ. സോ ഈ വിസിബിൾ ആയിട്ടുള്ളതെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്ത ഡിസീസ് കണ്ടീഷൻസ്. ഹൈ ബി പി ഉണ്ട് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്ന ആളുകൾ വളരെ കുറവും, ഇത് കണ്ടെത്താതെ ഇതിനെപ്പറ്റി ഒന്നും അറിയാതെ അൺഡിറ്റക്ട് ചെയ്യാതിരിക്കുന്ന ആളുകൾ കൂടുതലുമായിരിക്കും. അതാണ് ഐസ്ബർഗ് ഡിസീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് ഹൈ ബ്ലഡ് പ്രഷർ ആണ്. നമ്മുടെ ബ്ലഡ് വെസൽസിന്റെ പ്രഷർ 140നും 90നും മുകളിൽ പോകുമ്പോഴാണ് നമ്മൾ ഹൈ ബ്ലഡ് പ്രഷർ അഥവാ ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കുന്നത്. ഹൈപ്പർ ടെൻഷനെ പല വിധമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ്, ഒപ്റ്റിമൽ ഹൈപ്പർ ടെൻഷൻ അഥവാ അല്ലെങ്കിൽ ഒപ്റ്റിമൽ ബ്ലഡ് പ്രഷർ. ഒപ്റ്റിമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണയായിട്ടുള്ളത് അല്ലെങ്കിൽ സാധാരണയായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ബ്ലഡ് പ്രഷർ, അത് ബി പി നമ്മൾ എപ്പോഴും അളക്കുന്നത് സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് ബി പി എന്നുള്ള രീതിയിലാണ്. സിസ്റ്റോളിക് ബി പി നമ്മുടെ ഹാർട്ട് കൺട്രാക്ട് ചെയ്യുമ്പോൾ ഉള്ളതും ഡയസ്റ്റോളിക് ബി പി നമ്മുടെ ഹാർട്ട് റെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ബ്ലഡ് പ്രഷറാണ് ഇത് രണ്ടും അളക്കുന്നത്. ഇതിൽ സിസ്റ്റോളിക് ബി പി 120ന് മുകളിലും ഡയസ്റ്റോളിക് ബി പി 80ൽ താഴെയൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം അതൊരു ഒപ്റ്റിമൽ ബ്ലഡ് പ്രഷർ ആണ്. 120ൽ മുകളിൽ പോകുമ്പോൾ ചെറിയൊരു വേരിയേഷൻ ആണ്, ബട്ട് സ്റ്റിൽ ഡയസ്റ്റോളിക് 80 താഴെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത്. നോർമൽ ബ്ലഡ് പ്രഷർ വരുന്നത് 120 to 129, അതൊരു 130 വരെ, പിന്നെ 80 to 84, ഈ രണ്ട് മെഷർമെന്റിലാണെങ്കിൽ നമുക്ക് നോർമൽ ബ്ലഡ് പ്രഷർ ആണെന്ന് പറയാം. ഹൈ നോർമൽ എന്ന് പറയുമ്പോൾ ബോർഡർ ലൈൻ ആയിട്ട് വരുന്നത്, നോർമൽ ആണ് ബട്ട് ആ ഒരു ബോർഡറിലാണ് നിൽക്കുന്നത് എന്ന് പറയുന്നതാണ് ഹൈ നോർമൽ. അതിൽ വരുന്നത് സിസ്റ്റോളിക് ബി പി 130 to 139ഉം ഡയസ്റ്റോളിക് ബി പി 85 to 89ഉം ആകുമ്പോഴാണ്. സോ നമ്മൾ ഒരു 120 തുടങ്ങിയിട്ട് 89 വരെയുള്ള ആളുകളാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നോർമൽ ആണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ ഈ 130 to 139ഉം 85 to 89ഉം ആണെങ്കിൽ അവരൊരു ബോർഡർ ലൈനിലാണ് നിൽക്കുന്നത്. അവരെന്തെങ്കിലും ഒരു ഫാക്ടർ കൂടെ വന്നാൽ അവർക്ക് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നെക്സ്റ്റ് വരുന്നത് ഗ്രേഡ് 1 ബ്ലഡ് പ്രഷറും ഗ്രേഡ് 2 ഹൈപ്പർ ടെൻഷനും ഗ്രേഡ് 3 ഹൈപ്പർ ടെൻഷനുമാണ്. ഗ്രേഡ് 1 ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുമ്പോൾ 140 to 149 സിസ്റ്റോളിക്കും 90 to 99 ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷറുമാണ്. ഗ്രേഡ് 2 എന്ന് പറയുമ്പോൾ 160 to 179 ബ്ലഡ് പ്രഷറും 100 to 109 ഡയസ്റ്റോളിക് ബി പിയും വരുമ്പോഴാണ്. ഗ്രേഡ് 3 എന്ന് പറയുമ്പോൾ 180നേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ 180യോ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ വരുമ്പോഴും 110നേക്കാൾ കൂടുതൽ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ വരുമ്പോഴാണ് നമ്മൾ ഗ്രേഡ് 3 ഹൈപ്പർ ടെൻഷൻ. അതൊക്കെ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഹൈ റിസ്ക് ആയിട്ടുള്ള ഏരിയാസ് ആണ്, അവിടം വരെ എത്തി എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ഐസൊലേറ്റഡ് സിസ്റ്റോളിക് ഹൈപ്പർ ടെൻഷൻ. അതായത് 140യിലാണ് അല്ലെങ്കിൽ 140യിൽ മേളിലാണ് സിസ്റ്റോളിക് ബി പി നിൽക്കുന്നത്, പക്ഷെ ഡയസ്റ്റോളിക് ബി പി 90 താഴെയാണ് എത്തിയിട്ടുള്ളൂ. അങ്ങനെ വരുന്ന കണ്ടീഷനെ നമ്മൾ ഐസൊലേറ്റഡ് സിസ്റ്റോളിക് ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കും. സോ നോർമലി 120 to 139 വരെ നമുക്കൊരു നോർമൽ റേഞ്ചിൽ ഇടാം. 140ന് മേളിലോട്ട് വരുമ്പോൾ, 140ക്കും 90ക്കും മേളിലോട്ട് വരുമ്പോൾ ഹൈപ്പർ ടെൻഷന്റെ നെക്സ്റ്റ് ലെവലിലോട്ട് അത് കടന്നു തുടങ്ങും. ഇതാണ് ബ്ലഡ് പ്രഷറിന്റെ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷന്റെ ക്ലാസിഫിക്കേഷൻ. ഇനി ഹൈപ്പർ ടെൻഷന്റെ മറ്റ് ടൈപ്സ് എന്തൊക്കെയാണ്? മെയിൻ ആയിട്ട് പ്രൈമറി ഹൈപ്പർ ടെൻഷൻ ആൻഡ് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ, ഈ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. പ്രൈമറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് എന്തുകൊണ്ടാണ് ഈ ബ്ലഡ് പ്രഷർ ഉണ്ടായത്, കൂടിയത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അൺനോൺ കോസ് ആയിരിക്കും.
ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഫോമും ഈ പ്രൈമറി ഹൈപ്പർ ടെൻഷനാണ്. ഏകദേശം ഒരു 90% ഓഫ് കേസസും പ്രൈമറി ഹൈപ്പർ ടെൻഷനാണ്. അവർക്ക് എന്തുകൊണ്ടാണ് ഹൈപ്പർ ടെൻഷൻ വന്നതെന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് റീസൺ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ റീസൺ കൊണ്ടാണ് ബിപി ഉണ്ടായത് എന്ന് പറയാൻ പറ്റിയിട്ടില്ല. സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുമ്പോൾ വേറെ ഏതെങ്കിലും കാരണം കൊണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അസുഖം ഉണ്ടായിരുന്നത് കൊണ്ട് അതിനെ തുടർന്നുണ്ടാകുന്ന ബ്ലഡ് പ്രഷറിലുള്ള ഇൻക്രീസ്, അതാണ് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. മെയിനായിട്ടും കിഡ്നി ഡിസീസായ ക്രോണിക് ഗ്ലോമറുലാർ നെഫ്രൈറ്റിസ്, ക്രോണിക് പൈലോനെഫ്രൈറ്റിസ് പോലുള്ള കണ്ടീഷൻസ് സെക്കൻഡറി ഹൈപ്പർ ടെൻഷന് കാരണമാകാറുണ്ട്. അതുപോലെ തന്നെ അഡ്രിനൽ ഗ്ലാൻഡിലുള്ള ട്യൂമേഴ്സ്, കൺജനൈറ്റൽ നാരോയിങ് ഓഫ് അയോട്ട, ടോക്സീമ, പിന്നെ പ്രഗ്നൻസി, പ്രീ എക്ലാംസിയ, അങ്ങനെയുള്ള കണ്ടീഷൻസ് എല്ലാം വരുമ്പോഴും സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 10% ഓഫ് കേസസ് ആണ് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ കാരണമായിട്ട് വരുന്നത്. ബാക്കി 90%ഉം പ്രൈമറി ഹൈപ്പർ ടെൻഷനാണ് കണ്ടുവരുന്നത്. റൂൾ ഓഫ് ഹാഫ്സ്. റൂൾ ഓഫ് ഹാഫ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. റൂൾ ഓഫ് ഹാഫ്സ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് കണ്ടെത്തിയ ഒരു ഫാക്റ്റ് ആണത്. അതിൽ ഹൈപ്പർ ടെൻഷൻ നമ്മുടെ ഹോൾ കമ്മ്യൂണിറ്റി എടുക്കുവാണെങ്കിൽ, മൊത്തം കമ്മ്യൂണിറ്റീനെ നമ്മളൊരു ഈ ഒരു വലിയ സർക്കിളായിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിൽ കുറച്ച് മാത്രമേ ഹൈപ്പർ ടെൻസീവ് ആയിട്ടുള്ള ആളുകളുള്ളൂ. ഈ ഹൈപ്പർ ടെൻസീവ് ആയിട്ടുള്ള ആളുകളിൽ തന്നെ ഇതിൽ ഹൈപ്പർ ടെൻഷൻ ഡയഗ്നോസ് ചെയ്തത് കൃത്യമായിട്ട് ഡോക്ടറെ അടുത്ത് നിന്ന് ക്ലിനിക്കലി അസസ്മെന്റ് ഒക്കെ ചെയ്ത് ബി പി ഒക്കെ ചെക്ക് ചെയ്ത് ഹൈപ്പർ ടെൻഷൻ ആണ് എന്ന് കണ്ടെത്തി ഡയഗ്നോസ് ചെയ്യപ്പെട്ടവർ അതിൽ ഹാഫേ ഉള്ളൂ. അതിൽ തന്നെ ഡയഗ്നോസ് ചെയ്യപ്പെട്ടവരിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നവർ അതിൽ ഹാഫേ ഉള്ളൂ. ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്നവരിൽ തന്നെ അതിലും ഹാഫേ ഉള്ളൂ കറക്റ്റായിട്ട് അപ്രോപ്രിയേറ്റ് അഡിക്വേറ്റ് ട്രീറ്റ്മെന്റ് എടുക്കുന്നവർ. അതാണ് റൂൾ ഓഫ് ഹാഫ്സ് എന്ന കോൺസെപ്റ്റ്. റൂൾ ഓഫ് ഹാഫ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോൾ കമ്മ്യൂണിറ്റിയിൽ ഹൈപ്പർ ടെൻഷൻ ഉള്ള ആളുകളിൽ പകുതി പേര് മാത്രമേ ഇത് ഡയഗ്നോസ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. ഡയഗ്നോസ് ചെയ്തവരിൽ പകുതി പേര് മാത്രമേ ട്രീറ്റ്മെന്റ് എടുക്കുന്നുള്ളൂ. ട്രീറ്റ്മെന്റ് എടുക്കുന്നവരിൽ പകുതി ആൾക്കാർ മാത്രമേ അഡിക്വേറ്റ്ലി അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ്ലി ട്രീറ്റ്മെന്റ് കിട്ടുന്നുള്ളൂ. ബാക്കിയെല്ലാം ഒന്നുകിൽ സ്വന്തമായിട്ട് മെഡിസിൻസ് വാങ്ങിച്ച് കഴിക്കുന്നവർ, അല്ലെങ്കിൽ ആദ്യം ഡോക്ടറെ കണ്ടിരുന്നു പിന്നെ കാണുന്നില്ല, പിന്നെ സ്വന്തമായിട്ട് മെഡിസിൻ നിർത്തുന്നു, സ്വന്തമായിട്ട് മെഡിസിൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ അൺസയന്റിഫിക് ആയിട്ട് പോകുന്നവരാണ് ട്രീറ്റ്മെന്റ് എടുക്കുന്നവരിൽ പകുതി. ബാക്കി പകുതി മാത്രമേ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഫോളോ ചെയ്യുന്നുള്ളൂ. ഇതാണ് റൂൾ ഓഫ് ഹാഫ്സ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് നിങ്ങളുടെ എക്സാംസിന്. നെക്സ്റ്റ് ഇസ് ട്രാക്കിംഗ് ഓഫ് ബി പി. ട്രാക്കിംഗ് ഓഫ് ബി പിയും നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. ട്രാക്കിംഗ് ഓഫ് ബി പി എന്ന് പറയുമ്പോൾ നമ്മൾ ബി പി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കറക്റ്റായിട്ട് അതിനെ നമ്മൾ മെഡിക്കലി ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എപ്പോൾ തൊട്ട്? ഏകദേശം ചൈൽഡ്ഹുഡ് തുടങ്ങി അഡൽഹുഡ് വരെ നമ്മൾ ഈ ബി പിനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു പേഴ്സന്റെ ചൈൽഡ്ഹുഡ് തുടങ്ങി അഡൽഹുഡ് വരെ നമ്മൾ ബി പി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെന്തിനാന്ന് വെച്ചാൽ ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ബി പി ലെവൽ ഹൈ ആയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ, ചൈൽഡ് ആയിരുന്ന സമയത്ത് പോലും ബി പി ലെവൽ ഹൈ ആയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ അവരുടെ ബി പി ലെവൽ അഡൽട്ട്ഹുഡ് ആകുമ്പോഴും അവർ വലുതാകുമ്പോഴും ഹൈ ആയിട്ട് തന്നെ നിൽക്കും. ലോ ബി പി ലെവൽ ഉള്ളവരാണെങ്കിൽ അവരുടെ ബി പി അഡൾട്ട് ആയാലും ലോ ആയിട്ട് തന്നെ നിൽക്കും. ഇതാണ് ഹൈ ആയവർ പിന്നെയും ഹൈ ആയിക്കൊണ്ടേയിരിക്കും, ലോ ആയവർ ലോ ആയി തന്നെ കീപ്പപ്പ് ചെയ്യും. ചെറിയൊരു വേരിയേഷനേ വരുന്നുള്ളൂ ബി പി ടൈമും വെച്ച് നോക്കുമ്പോൾ. ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഫെനോമിനൻ ഓഫ് പെർസിസ്റ്റൻസ് എന്നാണ്. ഫെനോമിന ഓഫ് പെർസിസ്റ്റൻസ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പെർസിസ്റ്റൻസി കീപ്പപ്പ് ചെയ്യുന്നു. പിന്നെ വരുന്നത് ഇതിന്റെ ആപ്ലിക്കേഷൻ എന്തിലാണെന്നുള്ളത്. നമുക്ക് ഹൈ റിസ്ക് കാറ്റഗറി ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തണമെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ബി പി ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ ബി പി കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഹൈ ബി പി കാണിക്കുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ബി പി ബോർഡർ ലൈനിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് അവർക്ക് അഡൾട്ട് ആയാലും ആ ഒരു ഹൈ ബി പി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അവരായിരിക്കും ചെറിയൊരു ഫാക്ടറിന് ചേഞ്ച് വരുമ്പോഴേക്കും ബി പി നോർമലിൽ നിന്ന് അബ്നോർമൽ ഹൈ ലെവൽ ഗ്രേഡ് 1 2 കടക്കാൻ സാധ്യത കൂടുതലുള്ളവർ. സോ അത്തരമുള്ള ഹൈ റിസ്ക് സ്ട്രാറ്റജീനെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ട്രാക്കിംഗ് ഓഫ് ബി പി നമ്മൾ വളരെയധികം ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഹൈ ബി പി ഉള്ളവർക്ക് ഹൈ ആയിട്ട് തന്നെ നിൽക്കും, ലോ ഉള്ളവർക്ക് ലോ ആയിട്ട് തന്നെ നിൽക്കും. അതിന്റെ ഫെനോമിന ഓഫ് പെർസിസ്റ്റൻസ് എന്ന് വിളിക്കും. ഇത് ഹൈ റിസ്ക് സ്ട്രാറ്റജീനെ കണ്ടെത്തി നമുക്ക് ഫർദർ ഇന്റർവെൻഷൻസ് കൊടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഈ ഫിഗറും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിരിക്കണം, നിങ്ങൾ അതിൽ ഇൻവോൾവ് ചെയ്യിക്കണം. ഇതുപോലെ തന്നെയാണ് റൂൾ ഓഫ് ഹാഫ്സിലുള്ള ഫിഗറും ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതുമ്പോൾ അതും നിങ്ങൾ ഇൻവോൾവ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് വരുന്നത് ഗ്ലോബൽ ബേർഡൻ. ഗ്ലോബൽ ബേർഡനിൽ അഡൽട്ടിൽ ഏകദേശം 30-40% ഗ്ലോബൽ പോപ്പുലേഷനിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്ന് 2015 സർവേ അനുസരിച്ച് കണ്ടെത്തിയിട്ടുണ്ട്. ദെൻ ഗ്ലോബൽ ഏജ് സ്റ്റാൻഡർഡൈസ്ഡ് പ്രിവാലൻസ് വെച്ചിട്ട് ഏകദേശം 30-79 ഇയേഴ്സ് ഉള്ള ഏജ് ഉള്ള ആളുകളിൽ മെയിൽസിന് 24%, ഫീമെയിൽസിന് 20% ഹൈപ്പർ ടെൻഷൻ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്. ദെൻ 15-20% ഇൻക്രീസ് ഒരു 2025 ആകുമ്പോഴേക്കും, അതൊരു 10 ഇയേഴ്സ് ഗ്യാപ്പിലോട്ട് വരുമ്പോഴേക്കും
15 മുതൽ 20% വരെ ഇൻക്രീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ വരുന്നതാണ് ഏജ് കൂടുന്നതനുസരിച്ച് 60% പ്രിവാലൻസ് ഉണ്ട്. ദെൻ എല്ലാ ഇൻകം ഗ്രൂപ്പിലും ഈ ഒരു പ്രിവാലൻസ് കണ്ടുവരുന്നുണ്ട്. ഗ്ലോബൽ ബർഡൻ കണ്ടുവരുന്നുണ്ട്. ദെൻ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് ഒരു പ്രീമച്വർ ഡെത്തിന് ലീഡിംഗ് കോസ് ആയിട്ട് ഗ്ലോബലി കൺസിഡർ ചെയ്യുന്നതാണ്. സിസ്റ്റോളിക് ബി.പി റിലേറ്റഡ് ഡെത്ത് ആണ് കൂടുതലും കണ്ടുവരുന്നത്. സിസ്റ്റോളിക് ബി.പി കൂടുന്നതനുസരിച്ച് IHD, ഹെമറേജിക് സ്ട്രോക്ക്, ഇഷീമിക് സ്ട്രോക്ക് മുതലായ ഡിസീസസ് വരാനും അതുകൊണ്ട് പ്രീമച്വർ ഡെത്ത് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്ത്യയിൽ പ്രിവാലൻസ് നോക്കുവാണെങ്കിൽ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ അനുസരിച്ച് ഒരു 15 to 49 വയസ്സ് വരെയുള്ള ഗ്രൂപ്പിൽ ഹൈപ്പർ ടെൻഷന് സാധ്യത കൂടുതലാണ്. അതിൽ 15% മെയിൽസിനും ഹൈപ്പർ ടെൻഷനും, 43% മെയിൽസിന് പ്രീ ഹൈപ്പർ ടെൻഷനും, 43% മാത്രമാണ് നോർമലായിട്ട് ബ്ലഡ് പ്രഷർ ഉള്ളതായിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. ഫീമെയിൽസിനെ സംബന്ധിച്ചാണെങ്കിൽ 11% ഹൈപ്പർ ടെൻഷൻ ഉള്ളവരും 30% പ്രീ ഹൈപ്പർ ടെൻഷൻ ഉള്ളവരും 61% നോർമലായിട്ട് ബ്ലഡ് പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നവരുമാണ്. ഏജ് കൂടുന്നതനുസരിച്ച് ഹൈപ്പർ ടെൻഷൻ വരുന്ന ആളുകളുടെ ഇത് കൂടാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ BMI ആയിട്ട് ഇതിൽ റിലേറ്റഡ് ആണ്. നമ്മുടെ ഇന്ത്യയിൽ നോക്കുമ്പോൾ BMI കൂടുന്നതനുസരിച്ചാണ് നമ്മൾ ഒബീസ് ആണോ അല്ലയോ എന്ന് പറയുന്നത്. BMI വെച്ച് നോക്കുമ്പോൾ ഒരു 18.4 തുടങ്ങി 24.9 ആണ് BMIയുടെ നോർമൽ വാല്യൂ. അതിൽ 13 മുകളിൽ പോകുമ്പോഴാണ് ഒബീസ് ആണ് നമ്മൾ പറയുന്നത്. സോ ഒബീസിറ്റി ഉള്ള ആളുകളിൽ 29% ഓഫ് ഒബീസ് പീപ്പിളിനും എന്തുണ്ട് ഹൈപ്പർ ടെൻഷന് സാധ്യത കൂടുതലുണ്ട്. 38% ഓഫ് ഒബീസ് മെന്നും ഹൈപ്പർ ടെൻസീവ് ആണ്. ഇനി റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ നോൺ മോഡിഫയബിൾ ആയിട്ടുള്ള റിസ്ക് ഫാക്ടർ ഉണ്ട്, മോഡിഫയബിൾ ആയിട്ടുള്ള റിസ്ക് ഫാക്ടർ ഉണ്ട്. നോൺ മോഡിഫയബിൾ എന്ന് പറയുമ്പോൾ നമുക്കായിട്ട് മാറ്റം വരുത്തി ആ ഒരു റിസ്ക് ഫാക്ടറിനെ ഒഴിവാക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. എന്നാൽ മോഡിഫയബിൾ റിസ്ക് ഫാക്ടർ ആവട്ടെ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ ആ ഒരു ഫാക്ടറിന് ഉണ്ടാക്കുന്ന ചേഞ്ചസ് മൂലം നമുക്ക് ഈ ഒരു റിസ്ക് ഫാക്ടർ ഒഴിവാക്കാൻ സാധിക്കും. അതാണ് മോഡിഫയബിൾ റിസ്ക് ഫാക്ടർ. നോൺ മോഡിഫയബിളിൽ വരുന്നതാണ് ഏജ്. ഏജ് കൂടുന്നതനുസരിച്ച് BP വരാനുള്ള സാധ്യത കൂടുതലാണ്. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു ചൈൽഡ്ഹുഡിൽ BP നോർമൽസിയുടെ അറ്റ് ഹയർ ലെവലിലാണ് നിൽക്കുന്നതെങ്കിൽ അഡൾട്ട് ആകുമ്പോഴേക്കും അതായത് ഏജ് കൂടുന്തോറും ആ ഒരു ബ്ലഡ് പ്രഷറിന് കൂടാനാണ് സാധ്യതയുള്ളത്. അതുപോലെ തന്നെ നോർമലായിട്ട് നമ്മുടെ ഏജിങ് പ്രോസസ്സ് സംഭവിക്കുമ്പോഴും നമ്മുടെ എൻവയോൺമെന്റ് ഉണ്ടാകുന്ന ചേഞ്ചും എല്ലാം നമുക്ക് ഇത് സാധ്യത കൂട്ടാൻ വളരെയധികം നടക്കുന്നുണ്ട്. ദെൻ സെക്സിൽ വരുമ്പോൾ അഡോളസെൻസ് ടു മിഡിൽ ഏജ് വെച്ച് നോക്കുമ്പോൾ ആണുങ്ങളിലാണ് ബ്ലഡ് പ്രഷർ കൂടാൻ സാധ്യത. പക്ഷെ പിന്നീട് നോക്കുവാണെങ്കിൽ ഒരു മിഡിൽ ഏജ് ഒക്കെ കഴിഞ്ഞിട്ട് നോക്കുവാണെങ്കിൽ മെൻ ആൻഡ് വിമണിന് സെയിം റിസ്ക് ആണ് കണ്ടുവരുന്നത്. പോസ്റ്റ് മെനപ്പോസൽ വിമണിൽ ഹൈപ്പർ ടെൻഷനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇത് ഈസ്ട്രജൻ സപ്ലിമെന്റേഷൻ ഒക്കെ കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ജനറ്റിക് ഫാക്ടർ നോക്കുവാണെങ്കിൽ പോളിജനിക് ജീൻസ് അഥവാ പാരൻസ് ഹൈപ്പർ ടെൻസീവ് ആണെങ്കിൽ കുട്ടികളിൽ ഏകദേശം 45% ചാൻസ് ആണ്. മദറും ഫാദറും ഹൈപ്പർ ടെൻസീവ് പേഷ്യൻസ് ആണെങ്കിൽ 45% ചാൻസ് ഉണ്ട് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളും ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ബട്ട് രണ്ടും നോർമൽ ആയിട്ടുള്ള പാരൻസ് ആണെങ്കിൽ പോലും ഏകദേശം 3% ചാൻസ് ഉണ്ട് ഹൈപ്പർ ടെൻഷൻ വരാനായിട്ട്. അതുപോലെ തന്നെ മോണോസൈഗോട്ടിക് ട്വിൻസ്, അതായത് ഒരേ സൈഗോട്ടിൽ നിന്നുണ്ടായ ട്വിൻസ് ആണെങ്കിൽ അവർക്ക് സിമിലർ BP ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ബ്ലഡ് പ്രഷർ ഒക്കെ അവരുടെ സിമിലർ ആയിരിക്കും. പിന്നെ എത്നിസിറ്റി വെച്ച് നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കമ്മ്യൂണിറ്റിയിലാണ് കൂടുതലായിട്ടും ബ്ലഡ് പ്രഷറിന് റിസ്ക് കൂടുതലായിട്ട് കാണുന്നത്. സോ ഇത്രയാണ് നോൺ മോഡിഫയബിൾ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ്. ദെൻ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് വരുമ്പോൾ ഫസ്റ്റ് ഒബീസിറ്റി നമ്മൾ പറഞ്ഞു. BMI 30 മുകളിൽ പോകുമ്പോഴാണ് ഒബീസ് ആവുന്നത്. ഒബീസ് ആവുമ്പോൾ വെയിറ്റ് ഗെയിൻ കൂടുതൽ എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ വാസ്കുലർ റെസിസ്റ്റൻസ് കൂടി ഹൈപ്പർ ടെൻഷൻ വരാൻ സാധ്യത കൂടുതലാണ്. സോൾട്ട് ഇൻടേക്ക് കൂടുമ്പോൾ അതിനനുസരിച്ച് ഫ്ലൂയിഡിന്റെ റിട്ടൻഷൻ ഉണ്ടാകും. അങ്ങനെ കാർഡിയാക് ഔട്ട്പുട്ട് കൂടും. അങ്ങനെ BP കൂടാം. ദെൻ ഹൈ സാച്ചുറേറ്റഡ് ഫാറ്റ് ഒക്കെ വരുമ്പോൾ നമ്മുടെ ബ്ലഡ് വെസൽസിൽ ഇത് അടിഞ്ഞുകൂടി നാരോയിങ് വന്ന് റെസിസ്റ്റൻസ് കൂടുന്നു. ദെൻ ലോ ഡയറ്ററി ഫൈബർ ആണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് റിട്ടൻഷനും BP ഇൻഡ്യൂസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പെരിഫറൽ വാസ്കുലർ റെസിസ്റ്റൻസ് കൂടിയിട്ട്, അതായത് നമ്മുടെ എക്സ്ട്രിമിറ്റീസിലും മറ്റും ചുറ്റുമുള്ള ബ്ലഡ് വെസൽസിന്റെ റെസിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച്. പിന്നെ ആൽക്കഹോളിന്റെ കേസിലും ആൽക്കഹോളിന്റെ കൺസ്യൂം ചെയ്യുമ്പോൾ കാർഡിയാക് ഔട്ട്പുട്ട് കൂടുകയും സിസ്റ്റോളിക് BP കൂടുകയും ഒക്കെ ചെയ്യും. ആബ്സ്റ്റിനൻസ് നമ്മൾ ആൽക്കഹോൾ എടുക്കുന്നത് നിർത്തിയാൽ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ BP അതിനനുസരിച്ച് നോർമൽ ആവുകയും ചെയ്യുന്നുണ്ട്. ദെൻ സ്മോക്കിങ്ങിന്റെ കേസിലാണെങ്കിൽ നിക്കോട്ടിന് കാർബൺ മോണോക്സൈഡ് പോലെയൊക്കെ വന്ന് കാർഡിയാക് ഔട്ട്പുട്ട് കൂട്ടി പെരിഫറൽ വാസ്കുലർ റെസിസ്റ്റൻസ് ഒക്കെ കൂട്ടി ഹൈപ്പർ ടെൻഷന് സാധ്യത കൂടുതലാണ്. ദെൻ എൻവയോൺമെന്റൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സൈക്കോസോഷ്യൽ ഫാക്ടേഴ്സ് ആകാം, അല്ലെങ്കിൽ ഓവർ ആക്ടിവിറ്റി ആകാം. അങ്ങനെ എല്ലാം വരുമ്പോൾ അഡ്രിനർജിക് ഡ്രൈവ് ഉണ്ടായിട്ട് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കാം. പിന്നെ ഇതിന്റെ എക്സാക്ട് കോസ് നമുക്ക് അത്ര സ്റ്റഡീസ് നടത്തിയിട്ടില്ല.
ബട്ട് ഇപ്പോഴത്തെ ഒരു സ്റ്റഡി അനുസരിച്ച് അഡ്രിനർജിക് ഡ്രൈവ് ആണ് എൻവയോൺമെന്റൽ സ്ട്രെസ് മൂലമുണ്ടാകുന്ന ഹൈപ്പർ ടെൻഷന് കാരണമാകുന്നത്. ദെൻ സോഷ്യോ എക്കണോമിക് സ്ട്രെസ്സിൽ എക്കണോമിക്കലി വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് നോക്കുവാണെങ്കിൽ ലോവർ സോഷ്യോ എക്കണോമിക് ഗ്രൂപ്പിലായിരിക്കും ഹൈപ്പർ ടെൻഷൻ വരാൻ സാധ്യത കൂടുതൽ. ബട്ട് വെൽ ഡെവലപ്ഡ് അല്ലാത്ത കൺട്രീസിൽ അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസിലൊക്കെ ആണെങ്കിൽ അപ്പർ സോഷ്യോ എക്കണോമിക് ഗ്രൂപ്പിലുള്ളവർക്കാണ് ഹൈപ്പർ ടെൻഷൻ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. പിന്നെ അതർ ഫാക്ടേഴ്സിൽ വരുന്നതാണ് ഫിസിക്കൽ ഇനാക്ടിവിറ്റി. നമ്മൾ സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ്, അധികം ആക്റ്റീവ് അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒബേസിറ്റി ഒക്കെ ആയിട്ട് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാം. ദെൻ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ ഈസ്ട്രജന്റെ അളവ് നമ്മൾ റെഗുലേറ്റ് ചെയ്തില്ലെങ്കിൽ ബി.പിയുടെ ബ്ലഡ് പ്രഷർ കൂടാൻ സാധ്യതയുണ്ട്. ദെൻ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയ നോയ്സ്, വൈബ്രേഷൻ, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി അതൊക്കെ കൂടുന്നതനുസരിച്ച് നമ്മുടെ ബോഡിയുടെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് കൂടുന്നു. അങ്ങനെ നമ്മുടെ ബോഡിയിൽ വാസോ കൺസ്ട്രക്ഷൻ കൂടുതലായിട്ട് നടന്നിട്ട് ബ്ലഡ് പ്രഷർ കൂടാവുന്നതാണ്. സോ ഇത്രയാണ് മെയിനായിട്ട് റിസ്ക് ഫാക്ടേഴ്സ് പറഞ്ഞത്. നോൺ മോഡിഫയബിളും ഉണ്ട്, മോഡിഫയബിളും ഉണ്ട്. ദെൻ പ്രിവെൻഷൻ. പ്രിവെൻഷനും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. 5 മാർക്ക് ക്വസ്റ്റിനായിട്ടൊക്കെ വരാവുന്നതാണ്. പ്രിവെൻഷൻ എഴുതുമ്പോൾ എപ്പോഴും പ്രൈമോഡിയൽ പ്രിവെൻഷൻ, പ്രൈമറി പ്രിവെൻഷൻ, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി പ്രിവെൻഷൻ ഇങ്ങനെ 4 ഹെഡിങ് ആയിട്ട് വേണം പ്രിവെൻഷൻ എഴുതാൻ വേണ്ടിയിട്ട്. പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ റിസ്ക് ഫാക്ടറിന്റെ സ്ഥാനത്ത് വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നു. നമുക്ക് നിർത്താൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ പ്രിവെന്റ് ചെയ്ത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റാത്ത റിസ്ക് ഫാക്ടേഴ്സിനെ മോഡിഫൈ ചെയ്ത് അത് അപകടകരമായ രീതിയിലോട്ട് മാറ്റാതെ നമ്മൾ അതിനെ തടയുന്നു. അതാണ് പ്രൈമോഡിയൽ പ്രിവെൻഷൻ. റിസ്ക് ഫാക്ടറിന്റെ ബേസിസിൽ വെച്ച് തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നു പ്രൈമോഡിയലിൽ. പ്രൈമറി പ്രിവെൻഷനിലാകട്ടെ, പ്രൈമറി പ്രിവെൻഷനിൽ നമ്മൾ ഡിസീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ സ്റ്റോപ്പ് ചെയ്യുന്നു. അതാണ് പ്രൈമറി പ്രിവെൻഷനിൽ വരുന്നത്. അതിൽ പോപ്പുലേഷൻ സ്ട്രാറ്റജിയും ഹൈ റിസ്ക് സ്ട്രാറ്റജിയും ഉണ്ട്. ദെൻ വരുന്നതാണ് സെക്കൻഡറി പ്രിവെൻഷൻ. സെക്കൻഡറി പ്രിവെൻഷനിൽ വരുന്നത് നമ്മൾ ഏറ്റവും ആദ്യം തന്നെ എത്ര നേരത്തെ കണ്ടെത്താൻ സാധിക്കുന്നോ അത്രയും നേരത്തെ നമ്മൾ അസുഖത്തെ കണ്ടെത്തുകയും എത്രയും പെട്ടെന്ന് ചികിത്സ നൽകുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ഡിസീസ് ഫർദർ പ്രോഗ്രസ് ചെയ്യാണ്ട് കൂടാതെ നമ്മൾ അതിനെ പിടിച്ചു നിർത്തുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു, മാക്സിമം നോർമൽസിയിലോട്ട് കൊണ്ടുവരാൻ നോക്കുന്നു. ഇതാണ് സെക്കൻഡറി പ്രിവെൻഷനിൽ. ടെർഷ്യറി പ്രിവെൻഷനിലാകുമ്പോൾ ഓൾറെഡി ഡിസീസ് വന്നു. സോ നമ്മൾ ആ ഡിസീസിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു. നമുക്കിതിനെ നോർമലിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അവസ്ഥയിലോട്ടും ആ ഒരു സമയം കഴിഞ്ഞു പോയെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആവാണ്ട് നോക്കുക. ഫർദർ നമുക്ക് എന്തെങ്കിലും ലോസ് ഉണ്ടാവുന്നതിൽ നിന്ന് തടയുക. അങ്ങനെയാണ് ടെർഷ്യറി പ്രിവെൻഷൻ. സോ ഈ 4 പ്രിവെൻഷന്റെയും ഡിഫറൻസ് മനസ്സിലാക്കിയിരിക്കണം. അതെന്താണെന്ന് എഴുതണം, അതിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് എഴുതണം. ഫസ്റ്റ് പ്രൈമോഡിയൽ പ്രിവെൻഷനിൽ വരുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ പ്രിസർവിങ് ദ ട്രഡീഷണൽ ലൈഫ് സ്റ്റൈൽസ്. നമ്മുടെ പണ്ടത്തെ ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഹെൽത്തി ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള പണ്ടത്തെ ആ ഒരു ലൈഫ് സ്റ്റൈല്, ബെറ്റർ ആയിട്ടുള്ള ആ ലൈഫ് സ്റ്റൈലിനെ നമ്മൾ പ്രിസർവ് ചെയ്ത് കൊണ്ടുവന്നു. ദെൻ ന്യൂട്രീഷൻ എഡ്യൂക്കേഷൻ. നമ്മൾ ന്യൂട്രീഷനിൽ എന്തൊക്കെ വേണം, സോൾട്ട് ഇൻടേക്ക് കുറയ്ക്കണം, ഫാറ്റ് ഇൻടേക്ക് കുറയ്ക്കണം, ആൽക്കഹോൾ കുറയ്ക്കണം. അതുപോലെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഡാഷ് ഡയറ്റ്. ഡാഷ് ഡയറ്റ് എന്ന് പറയുമ്പോൾ ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ. അതാണ് ഡാഷ് ഡയറ്റിന്റെ ഫുൾ ഫോം. ഡാഷ് ഡയറ്റ് നമുക്ക് ഫോളോ ചെയ്യാം. ഡാഷ് ഡയറ്റിൽ വരുമ്പോൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഹോൾ ഗ്രെയിൻസ്, ഫിഷ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് കഴിച്ച് ലോ ഫാറ്റ് ഡയറി പ്രോഡക്ട്സ് യൂസ് ചെയ്ത് സാച്ചുറേറ്റഡ് ഫാറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച്, സോഡിയം ഫുഡുകൾ കുറച്ച്, എക്സ്ട്രാ സോൾട്ട് ഒന്നും ആഡ് ചെയ്യാണ്ട് അങ്ങനെ ഹെൽത്തി ആയിട്ട് കഴിക്കുന്നതാണ് ഡാഷ് ഡയറ്റ് എന്ന് പറയുന്നത്. ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ. അതാണ് ഡാഷ് ഡയറ്റിന്റെ ഫുൾ ഫോം. അവിടെയാണ് ന്യൂട്രീഷന് നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. പിന്നെ സ്മോക്കിംഗ് പ്രിവെൻഷൻ. നമ്മൾ സ്മോക്കിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യണം. ടൊബാക്കോ സെസേഷൻ ക്ലിനിക്സും കൗൺസിലിംഗും ഒക്കെ കൊടുത്തിട്ട് നമ്മൾ സ്മോക്കിംഗ് സെസേഷൻ നിർത്തണം. അതുപോലെ തന്നെ എക്സസൈസ് കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സിൽ എല്ലാം നമ്മൾ ഒഴിവാക്കണം. അതായത് ഒബീസിറ്റി, ഡയറ്റിലൂടെ ഉണ്ടാവുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം. അത്രയാണ് പ്രൈമോഡിയൽ പ്രിവെൻഷനിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് പ്രൈമറി പ്രിവെൻഷൻ. പ്രൈമറി പ്രിവെൻഷനിൽ നമ്മൾ പറഞ്ഞു 2 സ്ട്രാറ്റജിയാണുള്ളത്, പോപ്പുലേഷൻ സ്ട്രാറ്റജിയും ഹൈ റിസ്ക് സ്ട്രാറ്റജിയും. പോപ്പുലേഷൻ സ്ട്രാറ്റജിയിൽ വരുന്ന ഒന്ന് ന്യൂട്രീഷൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡാഷ് ഡയറ്റ് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ സോഡിയം, ആൽക്കഹോൾ അതൊക്കെ കുറച്ചുകൊണ്ടുള്ള സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ് ഇതൊക്കെ കുറച്ചുകൊണ്ടുള്ള ന്യൂട്രീഷൻ. ദെൻ ഫിസിക്കലി ആക്റ്റീവായിട്ട് നിൽക്കുക. വെയിറ്റ് റിഡക്ഷൻ, ഒബീസ് ഒക്കെ ആയിട്ടാണെങ്കിൽ നമ്മൾ വെയിറ്റ് റെഡ്യൂസ് ചെയ്യുക. വെയിറ്റ് റിഡക്ഷനിൽ വരുമ്പോൾ നോർമൽ BMI കീപ്പ് ചെയ്യണം. നോർമൽ BMIനേക്കാൾ കൂടുതൽ നമുക്ക് ആ വെയിറ്റ് കൂടുവാണെങ്കിൽ ഓരോ 5 kg നമ്മൾ കുറയ്ക്കുമ്പോഴും നമ്മുടെ സിസ്റ്റോളിക് BP ഏകദേശം 2 to 10 mmHg കുറയും എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. സോ ഒബീസ് ആയിട്ടുള്ളവരാണെങ്കിൽ വെയിറ്റ് റെഡ്യൂസ് ചെയ്യുക. ദെൻ ബിഹേവിയറൽ ചേഞ്ചസ്. ബിഹേവിയറൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യുക. സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ കുറയ്ക്കാൻ വേണ്ടി യോഗ, മെഡിറ്റേഷൻ ചെയ്യുക. സ്മോക്കിംഗ് കൺട്രോൾ ചെയ്യുക. ആൽക്കഹോൾ കുറയ്ക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ബിഹേവിയറിൽ നമ്മൾ മോഡിഫിക്കേഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ട് ഈ ഡിസീസ് വരാൻ എന്തെങ്കിലും ഒരു ഫാക്ടർ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് തടയാൻ പറ്റും.
ഇനി ആ ഒരു ഡിസീസിലുള്ളവരാണെങ്കിൽ ആ ഡിസീസ് ഫർദർ പ്രോഗ്രസ് ചെയ്ത് കോംപ്ലിക്കേറ്റഡ് ആവാണ്ട് നമുക്ക് തടഞ്ഞു നിർത്താനും പറ്റും. ദെൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. പേഷ്യന്റിനും അതുപോലെ തന്നെ ജനറലി ആദ്യം പബ്ലിക്കിനും മൊത്തത്തിൽ നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കുക. മാസ് മീഡിയയിലൂടെ സോഷ്യൽ മീഡിയാസിലൂടെയൊക്കെ എഡ്യൂക്കേഷൻ കൊടുക്കുക. പബ്ലിക് ഫിഗേഴ്സിനെ യൂസ് ചെയ്തിട്ട് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവരെയൊക്കെ യൂസ് ചെയ്തിട്ട് അവർ വഴിയിട്ട് നമ്മൾ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഇതിലെ പ്രൊഫഷണൽസ് ഡോക്ടേഴ്സ്, ഇത് ഡയറ്റീഷ്യൻസ്, ന്യൂട്രീഷനിസ്റ്റ് ഒക്കെ പോലെ പ്രൊഫഷണൽസിനെ യൂസ് ചെയ്തിട്ട് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. സ്കൂൾ ഹെൽത്ത് ക്ലബ്ബുകളിൽ ഇതിനെപ്പറ്റി പറയുക. അങ്ങനെയാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ദെൻ സെൽഫ് കെയറിൽ വരുമ്പോൾ സ്വന്തമായിട്ട് ഒരു ബോധ്യം ഉണ്ടാവുക. ഹൈപ്പർ ടെൻഷൻ ഉണ്ട് അല്ലെങ്കിൽ അതിനുള്ള റിസ്ക് ഫാക്ടർ ഉണ്ടെങ്കിൽ റെഗുലർ ആയിട്ട് ചെക്കപ്പ് ചെയ്ത് ആ റീഡിങ്സ് ഒക്കെ ലോഗ് ബുക്കിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പ്രോപ്പർലി ഡ്രഗ് പ്രിസ്ക്രൈബ് ചെയ്ത രീതിയിൽ ഡ്രഗ് എടുത്ത് അതുപോലെ തന്നെ എന്തെങ്കിലും വാർണിംഗ് സൈൻസ് ബി കൂടുമ്പോൾ ഉള്ള വാർണിംഗ് സൈൻസ് ആണെങ്കിലും കുറഞ്ഞു പോകുമ്പോൾ ഉള്ള വാർണിംഗ് സൈൻസ് ആയാലും കണ്ടെത്തി പെട്ടെന്ന് തന്നെ ഡോക്ടർ കാണുക. അങ്ങനെയുള്ള സെൽഫ് കെയർ ആക്ടിവിറ്റീസും പോപ്പുലേഷൻ സ്ട്രാറ്റജിയിലാണ് വരുന്നത്. സോ ഇത്രയാണ് പോപ്പുലേഷൻ സ്ട്രാറ്റജി: ന്യൂട്രീഷൻ, ഫിസിക്കൽ ആക്ടിവിറ്റി, വെയിറ്റ് റിഡക്ഷൻ, ബിഹേവിയറൽ ചേഞ്ചസ്, ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് സെൽഫ് കെയർ. ഹൈ റിസ്ക് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ പ്രൈമറി പ്രിവെൻഷന്റെ ഒരു പാർട്ട് തന്നെയാണ് ഹൈ റിസ്ക് സ്ട്രാറ്റജി. അത് ഹൈ റിസ്ക് സബ്ജക്റ്റിനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഫാമിലി ഹിസ്റ്ററി ഉള്ളവരൊക്കെയാണ് ഹൈ റിസ്കിൽ വരുന്നത്. അതുപോലെ തന്നെ ചൈൽഡ്ഹുഡിൽ ഹൈ ലെവൽ BP മെയിൻറ്റെയിൻ ചെയ്യുന്നവരും ദെൻ ഈ BP ട്രാക്ക് ചെയ്യുന്നത് നാം പറഞ്ഞു ചൈൽഡ്ഹുഡിൽ കൂടുതലുള്ളവരെ കണ്ടെത്താൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയുള്ളവരുമാണ് ഹൈ റിസ്ക് സ്ട്രാറ്റജിയിൽ വരുന്നത്. ഇവർക്ക് പ്രത്യേകമായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഇന്റർവെൻഷൻസും നൽകുക. അതായത് പോപ്പുലേഷൻ സ്ട്രാറ്റജിയിൽ ഇത് നമ്മൾ എല്ലാവർക്കും കൊടുക്കും. പ്ലസ് ഹൈ റിസ്ക് സ്ട്രാറ്റജിയിലുള്ള ആളുകൾക്ക് കുറച്ചും കൂടി ഇന്റൻസീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷനും മെത്തേഡുകളും പറഞ്ഞു കൊടുക്കുക. അത്രയാണ് പ്രൈമറി പ്രിവെൻഷനിൽ വരുന്നത്. സെക്കൻഡറി പ്രിവെൻഷനിൽ വരുമ്പോൾ സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഓൾറെഡി ഡിസീസ് ആയി, ഹൈപ്പർ ടെൻസീവ് ആണ് പേഷ്യന്റ്. ഫർദർ ഈ ഒരു ഹൈപ്പർ ടെൻഷൻ കൂടാതെ നോക്കുക, നോർമൽ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. ഇതിൽ നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും പെട്ടെന്ന് തന്നെ കേസ് ഡിറ്റക്ട് ചെയ്യുക, കണ്ടെത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റും പ്രൊവൈഡ് ചെയ്യുക. ഐസ്ബർഗ് ഡിസീസ് ആണ് റൂൾ ഓഫ് ഹാർട്സ് ഒക്കെ ഇവിടെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. കൂടുതലും ആളുകളിൽ ഈ രോഗം കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഐസ്ബർഗ് ഡിസീസിൽ വന്നത്. റൂൾ ഓഫ് ഹാർട്സിലാണെങ്കിൽ കണ്ടെത്തിയവരിൽ പോലും പകുതി പേരാണ് ട്രീറ്റ്മെന്റ് എടുക്കുന്നുള്ളൂ. ട്രീറ്റ്മെന്റ് എടുക്കുന്നവരിലും പകുതി പേര് മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്നുള്ളൂ. സോ കറക്റ്റ് ആയിട്ടല്ല ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് ഒരു ഉപകാരം ഉണ്ടാവില്ല. ഈ ഒരു ഡിസീസിനെ നമുക്ക് നോർമലായിട്ട് കൊണ്ടുവരാൻ അല്ലെങ്കിൽ നോർമൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സാഹചര്യം പോലും ഉണ്ടാവില്ല, കോംപ്ലിക്കേഷൻസിലോട്ട് നയിക്കും. കൂടുതലും ആളുകൾ ഇത് അറിയാത്തതുകൊണ്ട്, അവെയർ അല്ലാത്തതുകൊണ്ടും അതുപോലെ തന്നെ അസിംപ്റ്റോമാറ്റിക് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടുമായിരിക്കും ഹൈപ്പർ ടെൻഷൻ ഉണ്ട് എന്നറിയാത്തത്. പിന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ എന്തിനൊക്കെ എടുക്കുന്നു എന്ന് വെച്ചാൽ ഇതിന്റെ ഇത് 140 to 90 കൂടുമ്പോഴാണ് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. പേഷ്യന്റിന്റെ കോംപ്ലയൻസ് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കണം. അതായത് പേഷ്യന്റ് കറക്റ്റ് ആയിട്ട് BP ചെക്ക് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് കറക്റ്റ് ഡോസിലുള്ള മെഡിസിൻ എടുക്കുന്നുണ്ട്, റെഗുലർ ഇന്റർവെല്ലിൽ BP ചെക്ക് ചെയ്ത് ആ മെഡിസിന്റെ ഡോസ് കണ്ടിന്യൂ ചെയ്യണോ അതോ കുറയ്ക്കണോ കൂട്ടണോ എന്നൊക്കെ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അതൊക്കെയാണ് പേഷ്യന്റ് കോംപ്ലയൻസിൽ വരുന്നത്. സോ അങ്ങനെ ചെയ്യുമ്പോൾ കോംപ്ലിക്കേഷൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ക്രോണിക് ഹാർട്ട് ഡിസീസ്, സ്ട്രോക്ക് പോലുള്ളതൊക്കെ. ദെൻ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് നമ്മൾ പറഞ്ഞു, ഡയറ്റ്, ഫിസിക്കൽ ആക്ടിവിറ്റി, സ്മോക്കിംഗ്, ആൽക്കഹോൾ ഒക്കെ കുറയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ദെൻ ടേർഷ്യറി പ്രിവെൻഷൻ. ടേർഷ്യറി പ്രിവെൻഷനിൽ വരുമ്പോൾ ഡിസബിലിറ്റി ലിമിറ്റേഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ആണ് മെയിൻ ആയിട്ട് ടേർഷ്യറി പ്രിവെൻഷന്റെ എയിം. അതായത് ഹൈപ്പർ ടെൻഷൻ എന്നൊരു രോഗം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു കുറവ് വരാണ്ട് നമ്മൾ നോക്കുക, നമ്മുടെ ഏതെങ്കിലും ഒരു ബോഡിയിലെ ഫംഗ്ഷൻ നിന്ന് പോകാണ്ട് നോക്കുക. ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ റീഹാബിലിറ്റേറ്റ് ചെയ്യുക. ദെൻ ഫോളോ അപ്പ് ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, കണ്ടിന്യൂസ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക, എൻഷുർ ചെയ്യുക. പേഷ്യന്റ് കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ് കൊണ്ടുപോകുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. സോ നമ്മൾ ഹൈപ്പർ ടെൻഷനിൽ മെയിൻ ആയിട്ട് നോക്കേണ്ടത് റൂൾ ഓഫ് ഹാർട്സ് നോക്കണം, ട്രാക്കിംഗ് ഓഫ് BP നോക്കണം, പ്രിവെൻഷൻ അത് പ്രൈമോഡിയൽ, പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി, ഇങ്ങനെ 4 ഹെഡിങ് ആയിട്ട് എഴുതണം. 4ന്റെ അടിയിൽ എന്തൊക്കെ പോയിന്റ്സ് ആണ് വരുന്നതെന്ന് എഴുതണം. സോ ഇത്രയാണ് ഹൈപ്പർ ടെൻഷനെ കുറിച്ചുള്ള ക്ലാസ്. നിങ്ങൾക്ക് ഫർദർ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ക്ലാസ്. താങ്ക് യു.